സത്യത്തിൽ ഇപ്പം വലിയൊരു പെടലാണ് ഇസ്രയേൽ പെട്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, സംഗതി അമേരിക്ക ഒരു പരുവത്തിന് തലയൂരി. അത് ചെയ്തത് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞിട്ടാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു സമ്മാനം കിട്ടി, വലിയൊരു സമ്മാനം. അത് ഞാൻ ആരോടും പറയത്തില്ല, മിണ്ടത്തില്ല, പറയത്തില്ല എന്നൊക്കെയാണ് ട്രംപ് മച്ചമ്പിയുടെ പറച്ചിൽ. ഇസ്രയേലിനെ ആകട്ടെ ഇറാൻ വിടാതെ ആക്രമിക്കുകയാണ്. ആ ആക്രമിക്കുന്നതൊരു സവിശേഷമായ രീതിയിലാണെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു പ്രത്യേകത എന്തെന്നറിയുമോ? IRGCയുടെ പ്രതിനിധി പത്രസമ്മേളനം നടത്തി ഇറാനിയൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ദ ട്രംപ് ഈസ് നെഗോഷിയേറ്റിംഗ് ഹിംസെൽഫ് എന്നാണ്. ഹീ സെൽഫ് നെഗോഷിയേറ്റിംഗ് വിത്ത് ഹിംസെൽഫ്. അദ്ദേഹം സ്വയം അദ്ദേഹത്തോട് നെഗോഷിയേറ്റ് ചെയ്യുകയാണ്, ഞങ്ങളുമായിട്ടല്ല നെഗോഷിയേഷൻ. എന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം പറയുന്നു, എനിക്ക് സമ്മാനം കിട്ടി, ഞാൻ വിജയിച്ചു, റെജിം ചേഞ്ച് നടപ്പിലായി. റെജിം ചേഞ്ച് എവിടെ നടപ്പിലായേ? ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ ആ സ്ഥാനം ഏറ്റെടുത്തു. അതിനെ റെജിം ചേഞ്ച് എന്ന് വല്ലോടും പറയാനൊക്കൂ? അമേരിക്കൻ ജനത ഒരാളിനെ ജയിപ്പിച്ചതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും അപമാനവും ചില്ലറയല്ല. പിന്നെ എല്ലാം തീർന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ, ഈ കണ്ണാടിയിൽ നോക്കി ഇരുന്ന് സ്വയം ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അടിയും കൊണ്ട് പുളിയും കുടിച്ചു വന്നിരുന്നിട്ട് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് അവന് ഞാൻ 2 കൊടുത്ത്, അവൻ്റെ ഉച്ചയ്ക്ക് 2 കൊടുത്ത്, അവൻ്റെ നട്ടപ്പുറത്ത് 2 കൊടുത്ത്, അവനെ തെള്ളിയിട്ടിടിച്ച്, എന്നിട്ട് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും, അവൻ ഇവിടെ കാണാൻ നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ട്രംപ് എന്നാണ് IRGCക്കാർ പറഞ്ഞത്. അതുകൊണ്ട് പുള്ളിയുടെ നെഗോസിയേഷനൊക്കെ പുള്ളി സ്വയം നടത്തിക്കോട്ടെ, ഞങ്ങൾ അടി തുടരും എന്നും പറഞ്ഞാണ് നിർത്താതെ അടിക്കുന്നത്. ഇസ്രയേലിനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഗമയ്ക്ക് നെതന്യാഹു ഞങ്ങളിത് തീർത്തേ തീർക്കൂ എന്നൊക്കെ പറയുന്നെങ്കിലും പുള്ളിക്കിത് തീർക്കണമെന്നൊന്നും ആഗ്രഹമില്ല. എത്രയും പെട്ടെന്ന് ഇത് കടയടയ്ക്കണം എന്നുള്ളതാണ് സ്ഥിതി. അത് എന്തുകൊണ്ടാണെന്നാണ് അൽ ജസീറ TVയുടെ ഒരു അനാലിസിസിൽ പറയുന്നത്. അവർ ഏതാനും മണിക്കൂർ മുമ്പ് നടന്ന ഒരു മിസൈൽ ആക്രമണത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ ട്രംപ് പറയുന്നുണ്ടല്ലോ, ഈ അവരുടെ മിസൈൽ വിക്ഷേപണ ശേഷി കുറഞ്ഞു, പണ്ടത്തെ പോലെ മഴ പെയ്യുന്നില്ല, തുള്ളി തുള്ളിയായിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നില്ലേ. അവർ തുള്ളി തുള്ളിയായിട്ടാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ദിവസം ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് 10 മിസൈൽ അടിക്കും അത്രേ ഇസ്രയേലിൽ. അത് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ അടിക്കും. ഇപ്പോൾ സാധാരണ രാവിലെ കഴിഞ്ഞ് ഇനി വൈകിട്ടേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കാനൊക്കത്തില്ല. രാത്രി ഇനി ഉണ്ടാവില്ലെന്ന് പറയാനൊക്കില്ല. നട്ടുച്ചയ്ക്ക് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാനൊക്കില്ല. ഏത് സമയത്തും ഒരു 10 എണ്ണം വീതം അടിക്കും. കഴിഞ്ഞ 2-3 ദിവസമായി നടന്നു വരുന്നത് അതാണെന്നാണ് പറയുന്നത്. ഈ 10 എണ്ണം വരുമ്പോഴേക്കുള്ള സ്ഥിതി എന്താണെന്നറിയോ? അത് വന്നില്ലെങ്കിൽ പോലും നമ്മളാരും അത് അനുഭവിക്കാത്തത് കൊണ്ടാണ്. ഏത് സ്ഥലത്തും ഏത് സമയത്തും എപ്പോഴും വരാമെന്ന് പ്രതീക്ഷിച്ചൊരു ജനത ജീവിക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇറാൻകാർക്കിത് പരിചിതമാണ്. കാരണം അവർ ഇറാഖുമായിട്ട് അടിച്ചിട്ടുണ്ട്. ഫലസ്തീനിലെ മക്കൾക്കിത് നല്ല പരിചയമാണ്. കാരണം അവർ ജനിക്കുമ്പോഴേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോസ്റ്റ് നേറ്റൽ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴേ കേൾക്കുന്നത് വെടിയൊച്ചയുടെ ശബ്ദമാണ്. പക്ഷേ ഇസ്രയേലുകാരങ്ങനെ അല്ലല്ലോ. അവർക്ക് വാഗ്ദത്ത ഭൂമി, സുരക്ഷിതമായ ഇടം, എല്ലാ സംവിധാനങ്ങളും, ആകാശത്ത് അയൺ ഡൂം, ഒന്നും താഴോട്ട് വരുത്തില്ല, എല്ലാം ഡും എന്നങ്ങ് തടുക്കും എന്ന് വിചാരിച്ചിട്ട് 4 എണ്ണമാണ് താഴെ വീണ് പൊട്ടിയത്. അതോടുകൂടി അവരുടെ ആത്മവിശ്വാസം ആകെ പോയി. അപ്പോൾ ഈ 10 എണ്ണത്തിനെ പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഓരോ ദിവസവും 24 അവേഴ്സിൽ. ഒരെണ്ണം അടിക്കുമ്പോൾ ആ ലേഖിക പറയുകയാണ്, അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്യുപ്പൈഡ് ടെറിട്ടറി റമല്ലയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കാരണം മറ്റ് സ്ഥലത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഇത് അടിക്കുമ്പോൾ കാറിൽ പോകുന്നവർ കാറ് നിർത്തിയിട്ട് ഓടി ബങ്കറിൽ കയറും, കടയുള്ളവൻ കട തുറന്നിട്ടിട്ട് ബങ്കറിൽ കയറും, സ്കൂളാണെങ്കിൽ സ്കൂളിൻ്റെ പുറത്ത് ബങ്കറിൽ കയറും. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് 10 എണ്ണം അടിക്കും, ഹിസ്ബുള്ള 30 ഡ്രോണും അടിക്കും. ഇതെല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടി കൊണ്ട് പൊറുതിമുട്ടി ഇപ്പോഴും ടെല്ലവീവിൽ കൊണ്ടുവന്ന് ഇതുപോലെ അടിച്ചു. അമേരിക്ക സേഫായി. ഇപ്പോൾ ഒരു വാചകത്തിന് പോലുമുള്ള പിന്തുണ ഇസ്രയേലിന് അമേരിക്ക കൊടുക്കുന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന വല്ലാത്തൊരു കോമഡി സ്റ്റേജിലാണ് ഇപ്പോൾ ഈ യുദ്ധം. എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ട് ഏത് സമയത്തും ഇറാൻ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു സൈഡിൽ നെഗോസിയേഷൻ പറയുമ്പോഴും.